നമ്മുടെ നാട് നമുക്കറിയാം, 18 കോടി വേണം ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് അത് നാം ഉണ്ടാക്കും. സൗദി അറേബ്യയിൽ ഒരാൾ കൊലപാതക കേസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മോചിപ്പിക്കാൻ 30 കോടി വേണം എന്ന് പറഞ്ഞാൽ അതൊരാഴ്ച കൊണ്ട് സമാഹരിക്കാൻ മലയാളികൾ തയ്യാറാണ്. അത് നമ്മുടെ ഒരു നല്ല ഗുണമാണ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ കിഡ്നി മാറ്റിവെക്കാൻ 16 കോടി, ലിവർ മാറ്റിവെക്കാൻ 30 കോടി, 30 ലക്ഷം എന്നൊക്കെ, 16 ലക്ഷം, 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിവിടുത്തെ മാഫിയകൾക്ക് വേണ്ടിയാണ് നമ്മൾ പിരിക്കുന്നത്. അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ കുടുങ്ങുന്നവനെ സഹായിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹം ഇല്ല. ഇവിടെ എനിക്ക് ശബ്ദത്തിനൊരല്പം പ്രയാസമുണ്ട്. കാണുന്നവരൊക്കെ ചോദിക്കുന്നു, ഡോക്ടറെ കണ്ടില്ലേ, സ്പെഷ്യലിസ്റ്റിനെ കണ്ടില്ലേ, ആശുപത്രിയിൽ പോയില്ലേ? അതിൻ്റെ കാര്യമൊന്നുമില്ല. അതൊരു ചുക്കുവെള്ളം കുടിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതെന്തായാലും 4 ദിവസം കൊണ്ട് മാറും. മരുന്ന് കുടിച്ചാലും മാറും, ഇല്ലെങ്കിലും മാറും. മരുന്ന് കുടിച്ചാൽ പറയും മരുന്ന് കൊണ്ട് മാറിയതാണെന്ന്. ഇത് കേരളീയൻ്റെ ശീലമാണ്. ഒരാൾ മോട്ടോർ സൈക്കിളിൽ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ ചോദിക്കണം, എന്തേ, അസുഖം വല്ലതും ഉണ്ടോ, എന്തേ വണ്ടി കയറിയത്, നടന്നല്ലേ വരേണ്ടത്? പക്ഷെ നമ്മുടെ ശീലം എന്താ? ഒരാൾ നടന്നു പോകുന്നത് കണ്ട, എന്തേ വണ്ടിയൊന്നും കിട്ടിയില്ലേ, ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ട്. അതാണ് മാറേണ്ടത്. നിലത്തിരിക്കുന്നത് കണ്ടാൽ കസേരയിലിരിക്കുക, ഇതാ ഈ കസേര ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കസേര കാണിച്ചുകൊണ്ടേയിരിക്കും. നിലത്തിരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. അതിനു പകരം നിലത്തിരിക്കാൻ അനുവദിക്കൂല. ആ സ്വഭാവം മാറേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മസ്ജിദുകളിലേക്ക്, മദ്രസകളിലേക്ക്, പൊതുസ്ഥലങ്ങളിലേക്ക് ജനങ്ങളുടെ സേവനപരമായ സഞ്ചാരങ്ങളെയും ജീവിത സ്വഭാവത്തെയും അതിനെ മറ്റൊരു നിലക്ക് തിരിച്ചുവിടുന്ന സ്വഭാവമുണ്ട്. ഒരു മഞ്ഞളും തേനും ചേർത്ത് കഴിച്ചാൽ മാറുന്ന, അല്ലെങ്കിൽ ഒരു ഉപ്പുവെള്ളം വായിൽ കയറ്റിയാൽ തീരാവുന്ന രോഗങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകളെ കാണുന്ന, MRI സ്കാൻ ചെയ്യിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കേരളീയൻ വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് സ്റ്റോണും KKR-ഉം ഒക്കെ കോഴിക്കോട്ടെ വലിയ ആശുപത്രികൾ വന്നു വാങ്ങിയത്. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കേരളത്തിലെ വലിയ ആശുപത്രികളൊക്കെ അവർ വാങ്ങിയത് ഇനി സാധാരണക്കാരന് ചികിത്സയില്ല, ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ചികിത്സയുള്ളൂ. ഇൻഷുറൻസ് ഇല്ലാത്തവന് ചികിത്സയേ ഇല്ല. ഇൻഷുറൻസ് ഉള്ളവന് ഇൻഷുറൻസ് അടച്ചുകൊണ്ടേയിരിക്കും, അതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ചികിത്സ വേണ്ടാതെയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെയും സമരങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സ്വയം തീരുമാനത്തിലൂടെയും ജീവിത പദ്ധതികളിലൂടെയുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുകയാണ്.